KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ ഹൈക്കമാൻഡ് നിലവിൽ മാറ്റില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് സുധാകരൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം. ഹൈക്കമാൻഡിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കും എന്ന് പറയുന്നുണ്ട് സുധാകരൻ. പുതിയ KPCC പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും എന്ന തരത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിലാണ് കെ സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. തനിക്ക് അനാരോഗ്യമുണ്ട് എന്ന് ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുകയാണ്. അതാരാണ്, അതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കണ്ടെത്തൂ. അതെന്തായാലും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടിയിൽ തനിക്ക് ശത്രുക്കളില്ല. എവിടെ നിന്നാണ് ഇങ്ങനത്തെ ചർച്ചകൾ വരുന്നത് എന്നുള്ള കാര്യം തനിക്കറിയില്ല. അധ്യക്ഷ പദവി ഒഴിയേണ്ട സാഹചര്യം നിലവിലില്ല. ഡൽഹിയിൽ കൂടിക്കാഴ്ച നടന്നതാണ് ഖർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും. ആ ഘട്ടത്തിലൊന്നും, ആ സംസാരത്തിനിടയിലൊന്നും തന്നെ തനിക്ക് യാതൊരു തരത്തിലുള്ള സൂചനയും KPCC അധ്യക്ഷ പദവി ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യമില്ല എന്ന് വിശദീകരിക്കുകയാണ് കെ സുധാകരൻ. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ നമുക്ക് മുമ്പിലുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയും ഒക്കെ പേരുകൾ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ. നേതൃമാറ്റം വേണമെന്ന ആവശ്യം കേരളത്തിലെ പാർട്ടിക്കകത്ത് നിന്ന് അതിശക്തമായി വരുന്ന സാഹചര്യം. അതിനിടയിൽ സുധാകരൻ അതിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. താൻ അധ്യക്ഷ പദവി ഒഴിയില്ല എന്ന് കൃത്യമായി തന്നെ, അല്ലെങ്കിൽ ഒഴിയേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് വിശദീകരിക്കുന്നുണ്ട് സുധാകരൻ. ഇത് ഹൈക്കമാൻഡിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ ഈ കടുത്ത നിലപാട്? സലീം മാലിക്. ശ്രീജിത്ത്, ഉറപ്പായും ഹൈക്കമാൻഡിനും ഈ ചർച്ചകൾക്ക് ഒരു ചെക്ക് വെച്ചിരിക്കുന്നു കെ സുധാകരൻ എന്നുള്ളതാണ് ഈ പരസ്യ പ്രതികരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ചർച്ചകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വരികയും ഒപ്പം തന്നെ ഹൈക്കമാൻഡ് വളരെ വേഗത്തിൽ തന്നെ കേരളത്തിലെ ഈ നേതൃപ്രതിസന്ധിയിൽ ഒരു ഇടപെടൽ നടത്തണമെന്നുള്ളൊരു ആലോചനയിലേക്ക് പോവുകയും ചെയ്യുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രഖ്യാപനം ഉടൻ മണിക്കൂറുകൾക്കുള്ളിലോ അതല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിലോ വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മണിക്കൂറിലാണ് കെ സുധാകരൻ ഈ നിലയിൽ ഒരു അഭിപ്രായ പ്രകടനവുമായി വരുന്നത്. കെ സുധാകരനുമായി സംസാരിച്ചതിന് ശേഷം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരന് മാറാൻ ഏതെങ്കിലും നിലയിലുള്ള താല്പര്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും താൻ തുടരണം എന്നുള്ളത് ഒരു ആവശ്യമാണ് എന്നുകൂടി കെ സുധാകരൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരണമെന്ന് ഹൈക്കമാൻഡിനോടും ഈ KPCC അധ്യക്ഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ നിലവിലെ ചർച്ചയിൽ ഏതെങ്കിലും തലത്തിലൊരു വാചകം പോലും ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടോ KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടോ തന്നോട് ഹൈക്കമാൻഡിൽ ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, 1.5 മണിക്കൂറാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തന്നോട് കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം തന്നെ തോളിൽ കൈയിട്ട് തന്നെ കാർ വരെ കൊണ്ടാക്കുകയും തന്നെ ആശ്ലേഷിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മടങ്ങുകയും ചെയ്തത്. തന്നെ പുറത്താക്കാനിരിക്കുകയാണെങ്കിൽ എന്തിനങ്ങനെ ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് കെ സുധാകരൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റില്ല എന്ന് 100% ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളുടെ അവസാന മണിക്കൂറിലും അദ്ദേഹം ആ നിലയിൽ തന്നെ പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ ചർച്ചകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്, നിങ്ങൾ മാധ്യമങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോഴും കെ സുധാകരൻ പറയുന്നത് അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം, അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് എന്നുള്ളത് പറയുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പല കാലങ്ങളിലും പ്രചരണം നടക്കുന്നുണ്ട്. അതും ഏത് കോണിൽ നിന്നാണ് വരുന്നതെന്ന് തനിക്കറിയില്ല എന്ന് പറയുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തന്റെ രക്തം ദാഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് അത് തനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും നിലയിൽ അത്തരത്തിലൊരു രക്തദാഹം പാർട്ടിക്കുള്ളിൽ നിന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നില്ല. മാത്രമല്ല, ഈ പേര് ഉയർന്നു വന്ന ആന്റോ ആന്റണിയുടെയും ഒപ്പം തന്നെ സണ്ണി ജോസഫിന്റെയും പേരുകളാണ് ഉയർന്നു വരുന്നത്. ഈ പേരുകളിൽ സണ്ണി ജോസഫ് തന്നെ വിളിച്ചിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇന്നലെ. അതിനുശേഷം താൻ ഗോ അഹെഡ് എന്നൊരൊറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ സണ്ണി ജോസഫ് തന്നെ വന്ന് കാണും എന്ന് പറയുന്നുണ്ട്. ആൾവേസ് വെൽക്കം എന്ന് താൻ തിരികെ പറഞ്ഞു എന്നുകൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് ഉറപ്പായും ഈ നിലയിലൊരു തീരുമാനം, KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതിന് അതും തനിക്കറിയില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ അദ്ദേഹം കാണുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ചില ഫോൺ കോളുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും നിലയിൽ അതുമായി ബന്ധപ്പെട്ട നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനം മാറാൻ കെ സുധാകരൻ തയ്യാറല്ല എന്നുള്ളതാണ്. തന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതിൽ പലതും കളവാണ് എന്നുകൂടി കെ സുധാകരൻ പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള അസുഖം തനിക്കുണ്ടെങ്കിൽ താൻ അതിന് മരുന്ന് കഴിക്കുമല്ലോ, താൻ ഒരു മരുന്നും കഴിക്കുന്നില്ല, പിന്നെ ഏത് കോണിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് എന്ന് അറിയുകയില്ല എന്ന് പറയുന്നു. മാത്രമല്ല, പാർട്ടിയിൽ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള കെട്ടുറപ്പ് നിലവിലുണ്ട്. താൻ തന്നെ പല പരിപാടികളും നടത്തിയിട്ടുണ്ട് എന്നും കെ സുധാകരൻ പറയുന്നു. ഒപ്പം തന്നെ താൻ KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം 100% സക്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് ഉപതെരഞ്ഞെടുപ്പാവട്ടെ, അത് പഞ്ചായത്ത് തലത്തിലുള്ള തദ്ദേശ ഉപതെരഞ്ഞെടുപ്പാവട്ടെ, അതിനപ്പുറത്തേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വലിയ വിജയം നേടിയതാണ്. താൻ തുടരണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹമെന്നും കെ സുധാകരൻ പറയുന്നു. റീജിത്ത്.
ശരി, സലീം മാലിക് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. താൻ KPCC അധ്യക്ഷ പദവി ഒഴിയേണ്ട സാഹചര്യം ഇപ്പോഴില്ല, അത് താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടത് ഒരു ആവശ്യകതയാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും സൂചന പോലും തന്നോട് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം സുധാകരൻ വിശദീകരിക്കുകയാണ്.